നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ്. കാരണം 2ാം ഭാവത്തിൽ ആണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. ലഗ്നാധിപതി നിപുണായോഗം ചെയ്തിട്ട് രക്ഷാസ്ഥാനത്തോട് നിൽക്കുന്നത് കൊണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഭാതൃകദേശ സൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നും. പറ്റും അവരുടെ പെരുമാറ്റവും സംസാരവും ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നാനിടവരും. സാമ്പത്തിക സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറഞ്ഞുകൂടാ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2ൽ നിൽക്കുന്ന ബുധൻ പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണം ചെയ്യുന്ന സമയമാണ്. അതുപോലെ ഭവന സംബന്ധമായ എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നവഞ്ച പ്രഗ്നം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 4ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും എല്ലാ ഭാവസുഖങ്ങളും അനുഭവിക്കാനും സാധിക്കുമെങ്കിലും ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര ഗുണം പറഞ്ഞുകൂടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അഷ്ടമാധിപത്യം വഹിച്ചിട്ടാണ് ശുക്രനെ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത്. അത് കാരണം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് നിൽക്കാനിട വരിക, പരസ്പരം താല്പര്യക്കുറവ് പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനും കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയും ഗുണങ്ങളും അനുഭവിക്കാനും യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട്. നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. നല്ല സംസാരം കൊണ്ട് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും, ഉപദേശിക്കാനായിട്ടും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. ഇപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ കർമ്മസ്ഥാനാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നവരെ ഇതുവരെ തൊഴിലില്ലാതെ ഇരുന്നവരെ സംബന്ധിച്ചും നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ വിദേശത്തോ വീട് വിട്ടൊക്കെ നിന്നിരുന്നവർക്ക് സ്വന്തം ഭവനത്തിൽ വന്ന് എല്ലാവരോടും കൂടിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. ദാമ്പത്യ സുഖക്കുറവിൻ്റെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. കാമുകന്മാർ തമ്മിൽ അത്ര നല്ല അടുപ്പമില്ലാതെ നല്ല അടുപ്പത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു അകൽച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. കാരണം നീചാവസ്ഥയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെ തരേണ്ട ശുക്രൻ കാരകോ ഭാവനാശക എന്ന് പറയുന്ന യോഗം ചെയ്ത് 4 നിൽക്കുമ്പോൾ അത് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക്, അത് പ്രത്യേകിച്ചും സ്ത്രീ സംബന്ധമായിരിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സം വരുമെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് കാണുന്നത്. പിന്നെ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല തൊഴിൽ കിട്ടുകയും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുകയും തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടുകയൊക്കെ ചെയ്യും. കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ, കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേദന പോലെയുള്ള വിഷയങ്ങൾ, ഇതിനേക്കാളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ്. ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗമുള്ളവരുടെ ശരീരത്തിന് ചതവ് സംഭവിക്കുക, തലവേദന, ദേഷ്യം, എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടാകുന്ന സ്വഭാവം, എന്ത് കാര്യം കേട്ടാലും അപ്പം തന്നെ തീരുമാനം എടുത്ത് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അത് അത്ര നല്ലതല്ല. അപ്പോൾ അതൊന്ന് നമ്മൾ സ്വയം നിയന്ത്രിക്കണം. അതേപോലെ തന്നെ തലവേദന പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പരിഹാരങ്ങൾ നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട്, വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.